الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أصلح عواقبنا بالأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرد به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അർഹമർ റഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ അകല നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ നിന്റെ ഖജനാവിന്റെ മുമ്പിൽ ഈ പാവപ്പെട്ട അടിമകൾ കയ്യിൽ നീട്ടി നിൽക്കുന്നു അല്ലാഹ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നവൻ നീ മാത്രമാണ് റബ്ബേ. ഞങ്ങളുടെ പ്രയാസങ്ങൾ അറിയുന്നവൻ നീ മാത്രമാണ് റബ്ബേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ദുഃഖത്തിന്റെ ആഴം നിനക്കല്ലാതെ മറ്റൊരാൾക്കറിയില്ല അല്ലാഹ്. പടച്ചവനെ, നീ ഞങ്ങൾക്ക് തന്നാലല്ലാതെ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറില്ല അല്ലാഹ്. നീ ഞങ്ങളുടെ സങ്കടം തീർത്താലല്ലാതെ ഞങ്ങളുടെ സങ്കടത്തിന് ഒടുക്കമില്ല റബ്ബേ. പടച്ചവനെ, ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ തളർന്നു പോകുമ്പോ നീ അല്ലാതെ ഞങ്ങൾക്കൊരാലംബമില്ല അല്ലാഹ്, അവലംബമില്ല അല്ലാഹ്. ഞങ്ങളെ കൈവിടല്ല അല്ലാഹ്. ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ, ഞങ്ങൾ പാവങ്ങളാണ് റബ്ബേ. ഒരു സാമർത്ഥ്യവും ഞങ്ങൾക്കില്ല റബ്ബേ. ഞങ്ങൾ അശിക്കളാണ് റബ്ബേ. നീ പോന്ന് പറഞ്ഞാട്ടി ഓടിച്ചാൽ ഞങ്ങൾ ആരുടെ മുമ്പില് പോകുമല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ സങ്കടങ്ങൾ മാറ്റി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നൂറുകണക്കിന് പ്രയാസങ്ങൾ ഈ നെഞ്ചകത്തിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ഈ പാതിരാ സമയത്ത് നിന്റെ നേരെ കൈകൾ എത്തുന്ന ഈ പാവങ്ങളെ നീ കാണുന്നില്ല അല്ലാഹ്. റബ്ബേ, പടച്ചവനെ, അല്ലാഹുവേ, നൂറുകണക്കിന് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. രോഗം നീ ശിഫയാക്കണേ അല്ലാഹ്. ബ്രെയിൻ ട്യൂമർ വന്നവർ, ക്യാൻസർ വന്നവർ, വൃക്കതകരാറിലായവർ, അല്ലാഹുവേ, മാരകമായ ക്യാൻസറിന്റെ അടിമകളായി മാറിയവർ, റബ്ബേ, പടച്ചവനെ, നീ അവരുടെ രോഗത്തിന് ശമനം നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. എത്രയേറെ കഷ്ടപ്പെട്ടിട്ടും അല്ലാഹുവേ, മാറാത്ത രോഗവുമായി കഷ്ടപ്പെടുന്നവരുണ്ട്. നീ അവരുടെ രോഗത്തിന് ശിഫ നൽകണേ അല്ലാഹ്. ക്യാൻസറുമായി ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങി വല്ലാതെ നിരാശയിൽ പോയവരുണ്ട്. ഇന്നലെ ജുമയ്ക്ക് സംഗതി മസ്ജിദിലെത്തിയവര്, ഉസ്താദേ, മോഹൻ 7 വയസ്സുള്ള പൊന്നുമോൾ ക്യാൻസറാണ്, 1.5 വയസ്സുള്ള മോൾക്ക് ക്യാൻസറാണ്. ഒരേ ചെറുപ്പക്കാരന്റെ 7 വയസ്സുള്ള മൂത്ത കുഞ്ഞിനും 1.5 വയസ്സുള്ള രണ്ടാമത്തെ കുഞ്ഞിനും ക്യാൻസറാണ്. ഹോസ്പിറ്റലിൽ 2 മക്കളുമായി ഉസ്താദേ വർഷങ്ങളായിട്ട് കയറി ഇറങ്ങി നടക്കുക. അല്ലാഹുവേ, ഇങ്ങനെ പരീക്ഷിക്കാനൊക്കെ ഞങ്ങളൊരു തെറ്റ് ചെയ്തില്ല അല്ലാഹ്. നിന്റെ പരീക്ഷണം ഞങ്ങളുടെ ആഖിറത്തിൽ ദറജ കൂട്ടാനാണെന്നറിയാം റബ്ബേ. പടച്ചവനെ, ഉസ്താദേ, ദുആയിലും മറക്കരുത് ഇന്നലെ പറഞ്ഞിട്ട് പോയ ഏതോ ഒരു മനുഷ്യനാരെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും ആ മുഖത്തെ കണ്ണുനീര് ഞാൻ എന്റെ കണ്ണിൽ നിന്ന് മറന്നിട്ടില്ല റബ്ബേ. 2 മക്കളെയും കയ്യിൽ പിടിച്ച് ആസിസിയിൽ വർഷം കൊണ്ട് കഴിയുന്നവർ, റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ ആർക്കും അങ്ങനെ ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ മാതാപിതാക്കൾ അങ്ങനെ ഒരു രോഗം വന്ന് ആശുപത്രിയിൽ പോയി നരകിക്കേണ്ട ഒരു ദുരവസ്ഥയിൽ ഞങ്ങളെ തള്ളിവിടല്ലേ അല്ലാഹ്. എല്ലാ പ്രയാസത്തിനും ഇങ്ങനെ രാത്രി വാതുകേക്കാൻ ഞങ്ങൾ വരുന്നവരാണ്. ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും 10 രൂപയെങ്കിലും നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഞങ്ങൾ സദഖ ചെയ്യുന്നവരാണ് റബ്ബേ. ഈ സാധുക്കളെ നീ കൈവിടല്ലേ അല്ലാഹ്. നിന്റെ ഒരു പരീക്ഷണവും താങ്ങാനുള്ള ഒരു ശക്തി ഈ പടപ്പിനില്ല റബ്ബേ. ഞങ്ങൾ സാധുക്കളാണല്ലോ, ഞങ്ങൾ പാവങ്ങളാണല്ലോ. നീ ഞങ്ങളോട് അരിവ് കാണിക്കണേ തമ്പുരാനെ, ദയ കാണിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മാരകമായ കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. കടബാധ്യത മാറ്റി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ പെരുമ്പാവൂർ പ്രദേശത്ത് പ്രത്യേകിച്ച് പ്ലൈവുഡിന് മേഖല തകർന്നപ്പോ
വല്ലാതെ കഷ്ടപ്പെടുന്ന സാധുക്കളുണ്ട്. റബ്ബേ നീ അവരെ കരകയറ്റണേ അല്ലാ. കടബാധ്യതയിൽപ്പെട്ടവരുണ്ട്, ബാങ്കിന്റെ ലോണിലകപ്പെട്ടവരുണ്ട്. റബ്ബേ നീ കരകയറ്റണേ അല്ലാ. പടച്ചവനെ, ഈ സദസ്സിലാമീൻ പറയുന്ന പലരും കച്ചവടക്കാരാണ്. കച്ചവടത്തിന് ബറക്കത്ത് നൽകണേ അല്ലാ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. കൂലിപ്പണിക്കാരുണ്ട്, പാവപ്പെട്ട അന്നന്ന് ജീവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, തുച്ഛ വരുമാനത്തിന് ജോലി ചെയ്യുന്ന മുഅദ്ദിന്മാർ, മുഅദ്ദിമീങ്ങൾ, ഇമാമീങ്ങൾ, പടച്ചവനെ നീ കരകയറ്റണേ അല്ലാ. നീ കരകയറ്റണേ അല്ലാ. നീ കരകയറ്റിയാലല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടില്ല റബ്ബേ. പലവിധ ബിസിനസ് ചെയ്ത് തകർച്ചയിലോട്ട് കൂപ്പുകുത്തുന്നവരുണ്ട്. നീ കൈപിടിച്ചു നയറ്റണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എത്രയെത്ര സഹോദരിമാർ ജീവിതത്തിൽ 1000 പ്രയാസങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർ. ആ സാധുക്കളെ നീ അറിയുന്നില്ല അല്ലാ. ചോദിച്ചാൽ ഉടനെ എവിടെ വെച്ചും കയ്യിലുള്ള സ്വർണ്ണാഭരണം കൊടുക്കുന്ന സഹോദരിമാർ, റബ്ബേ അവരുടെ പാവങ്ങളുടെ മക്കളെ നീ സൽസ്വഭാവികളാ. അവര് കഷ്ടപ്പെട്ട് വളർത്തുന്ന പൊന്നുമക്കളെ ഒരു രീതിയിൽ നീ വഴി തെറ്റിക്കല്ലേ അല്ലാ. പടച്ചവനെ സന്തോഷമുള്ള പൊന്നുമക്കളാക്കി കൊടുക്കണേ അല്ലാ. പാതിരാത്രിയിൽ തുറക്കമുളച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് റബ്ബേ കഷ്ടപ്പെട്ട് ഈ മക്കളെ ഇങ്ങനെ വളർത്തിയിട്ട് വളർന്നു വരുമ്പോ വഴി തെറ്റുന്നവരാക്കല്ല അല്ലാ. മദ്യപാനികളാക്കല്ല റബ്ബേ. ചൂതുകളിക്കാരാക്കല്ല റബ്ബേ. ഉമ്മാടെ കൽവില കരുക്കുന്ന മക്കളാക്കല്ല അല്ലാ. ഈ വളർത്തുന്ന മക്കളെ ഓർത്തൊരു തുള്ളി കണ്ണുനീര് പൊടിക്കേണ്ട അവസ്ഥ ഈ പാവപ്പെട്ട ഉമ്മമാർക്ക് നീ കൊടുക്കല്ലേ അല്ലാ. അവരെ ഭർത്താക്കന്മാരെ സൽസ്വഭാവികളാക്കണേ റബ്ബേ. സ്നേഹമുള്ളവരാക്കി കൊടുക്കണേ അല്ലാഹുവേ. കുടുംബ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ. വിവാഹപ്രായത്തെ പെൺമക്കളുണ്ട്, സാലിഹീങ്ങളായ വരന്മാരെ നൽകണേ അല്ലാ. സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്തവർ റബ്ബേ കുടുംബം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അങ്ങകലെ നീരാറ്റുപേട്ടയിൽ നിന്നും അങ്ങകലെ നിന്നുമൊക്കെ വാഹനം പിടിച്ച് ഇവിടെ എത്തിയവർ, എന്റെ നാട്ടിൽ നിന്നെത്തി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ റബ്ബേ, എല്ലാ സ്ഥലത്തും എത്തുന്ന എന്റെ ചുറ്റും നടക്കുന്ന എത്രയെത്ര നിർവ്യാജ സ്നേഹിക്കുന്നവർ നീ അവരെ കൈവിടല്ലേ അല്ലാ. കൈവിടല്ലേ അല്ലാ. കൈവിടല്ലേ അല്ലാ. എല്ലാ സദസ്സിലും വരുന്നൊരു വൃദ്ധനുണ്ട് വടുതലയിലുള്ളത്. ഉംറയ്ക്ക് പോയിരിക്കുന്ന ഉസ്താദിന്റെ വാതിൽ എനിക്ക് വരാൻ പറ്റില്ലോ നോക്ക് മദീനയിൽ ഇരുന്ന് കരയുന്നുണ്ട്. അല്ലാഹുവേ, ഇതൊക്കെ ഒരു ബന്ധമാണ് തമ്പുരാനെ. അവർക്കൊക്കെ നീ ആഫിയത്ത് നൽകണേ അല്ലാ. അവരെയും മുഴുവൻ ആളുകളുടെയും ഉംറ നീ മഖ്ബൂലും മബ്റൂറുമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, വാപ്പയ്ക്ക് അസുഖമാണ് ഉസ്താദേ എന്ന് പറഞ്ഞവരുണ്ട്, ഉമ്മയ്ക്ക് ക്യാൻസർ വന്നിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. നീ ശിവയാക്കണേ അല്ലാ. ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ ഒരിക്കലും റബ്ബേ അവരൊരു രോഗം കൊണ്ട് നീ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ ഒരു മാരക രോഗം വരുത്തല്ല റബ്ബേ. ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല അല്ലാഹുവേ. ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി ഞങ്ങളുടെ ഉപ്പ ഒരു രോഗം കൊണ്ട് വേദന തിന്നുന്നത് ഞങ്ങൾ എങ്ങനെ സഹിക്കും അല്ലാഹുവേ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ കാത്തോളണേ അല്ലാ. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. റബ്ബേ, ഇവിടെ 6666 നൽകിയവർ അവരുടെ അസുഖം നീ ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ, രോഗം ശിഫയാക്കണേ റബ്ബേ. കടങ്ങൾ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. വീടും വസ്തുവും വിൽക്കാൻ വന്നവരെ തടസ്സം മാറ്റണേ അല്ലാ. ഈ വിജീതന്റെ സ്ഥാപനത്തിലേക്ക് തന്ന സഹോദരി മകന്റെ അസുഖം മാറ്റി കൊടുക്കണേ തമ്പുരാനെ. ഭർത്താവിന്റെ കടങ്ങൾ വീട്ടിൽ കൊടുക്കണേ അല്ലാ. ഈ സദസ്സിന്റെ സംഘാടകരായ ചെറുപ്പക്കാർ റബ്ബേ, അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പടച്ച തമ്പുരാനെ, ഊർജ്ജസ്വലതയുള്ള ദീനിന്റെ ഇസ്ലാമിക ചെറുപ്പക്കാരാക്കണേ അല്ലാ. ഇതിനു വേണ്ടി അഹോരാത്രം പാടുപെട്ട വോളണ്ടിയേഴ്സിന്റെ സംഘാടകർ അവരെ നീ കൈവിടല്ലേ അല്ലാ.
അതിന് മക്കളില്ലാത്തവരുടെ സാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട ഇമാം സുൽഫിഖർ റഹ്മാൻ റബ്ബേ ആഫിയത്ത് നൽകണേ അല്ലാ. സന്തോഷ ജീവിതം നൽകണേ തമ്പുരാനെ. പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ഇവിടെ എത്തിയ ഓരോ ആലിമീങ്ങളും റബ്ബേ അവരുടെ ജീവിതത്തിൽ വീട് വെക്കുന്നവരുടെ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. ഭാര്യക്ക് അസുഖമാണെന്ന് പറഞ്ഞവരുടെ ഒരു മാരകമായ അവസ്ഥയിലേക്ക് എത്തിക്കാതെ ശിവയാക്കണേ അല്ലാ. ഈ നാട്ടിൽ നീ ഇതിനു വേണ്ടി സ്ഥലം തന്നവർ റഹ്മത്ത് നൽകണേ റബ്ബേ. പഠിച്ചവനെ ഞങ്ങളെ മരിക്കുന്നത് വരെ മുസ്ലിമായി ജീവിപ്പിക്കണേ അല്ലാ. മരിക്കുവോളം മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. റബ്ബേ ഇസ്ലാമിന് വേണ്ടി ജീവിപ്പിക്കണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളുടെ ഇസ്ലാമിക സമൂഹത്തിന് ഉന്നമനം നൽകണേ അല്ലാ. റബ്ബേ ആഗോള വ്യാപകമായി അടിച്ചമർത്തപ്പെടുന്ന ഇസ്ലാമിക സമുദായത്തിന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. പഠിച്ചവനെ ഫലസ്തീൻ മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ 17 മാസക്കാലം നെഞ്ചിരിച്ച ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി ഇന്തിഫാദയിലൂടെ കല്ലും കവണയും ഉപയോഗിച്ചിട്ട് ചെറുത്തു നിൽക്കുന്ന അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ തീതുപ്പുമ്പ കത്തിക്കരഞ്ഞ് ചാമ്പലാകുന്ന ഇസ്രയേലിന്റെ അധിനിവേശ ടാങ്കുകളെ തകർത്തെറിഞ്ഞ അവശിഷ്ടങ്ങളുടെ ഇടയിൽ കൈകാലികൾ ചതഞ്ഞിറഞ്ഞ് മരിച്ചു പോകുന്ന ഞങ്ങളുടെ ഫലസ്തീൻ മക്കളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഫലസ്തീൻ മക്കളെ കാക്കണേ അല്ലാ. ഐക്യരാഷ്ട്രസഭയുടെ ഉണക്കറൊട്ടിക്ക് വേണ്ടി കാത്തുനിന്ന് പെടഞ്ഞ് വീണ് മരിക്കുന്ന ബോംബ് പൊട്ടിച്ചിതറി പോകുന്ന ഇറാഖിലെ മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാ. ചെച്ചിനിയൻ മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാ. ബർമയിൽ മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാ. മ്യാൻമറിലെ പൊതുവെ സമാധാനകാരികളെന്നറിയുന്ന ബുദ്ധമത വിശ്വാസികളുടെ കയ്യിൽപ്പെട്ട് കളിച്ചെറിയപ്പെടുന്ന കൈകാലുകൾ വെട്ടിയെറിയപ്പെടുന്ന കരുമരത്തിൽ തൂക്കിയിട്ട് കാലുകൊണ്ട് മാംസം പിച്ചി ചീന്തി കളയപ്പെടുന്ന മ്യാൻമർ മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാ. ചെച്ചിനിയൻ മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാ. സൊമാലിയ മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാ. കാശ്മീരിലെ മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാ. 50,000-ഓളം വരുന്ന കാശ്മീരിലെ ചെറുപ്പക്കാരെവിടെയാണെന്നറിയില്ല റബ്ബേ. കുടിച്ചിട്ടോ മരിച്ചോ എന്നറിയാതെ മക്കളുടെ മയ്യത്ത് പോലും കാണാതെ മാറത്തട്ട് കസിച്ച് നിലവിളിക്കുന്ന കാശ്മീരിലെ സഹോദരിമാർ നീ ഒരു മോചനം നൽകണേ അല്ലാ. സ്വന്തം ബാപ്പിയുടെ കൂടെ പട്ടാപ്പകല് സ്കൂട്ടറിന്റെ പുറകിലിരുന്ന് സഞ്ചരിച്ചു പോകുമ്പോ 12 പേര് കടന്നു പിടിച്ചു മാനവങ്ങം ചെയ്ത് വലിച്ചെറിയപ്പെട്ട ആസാമിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാ. പട്ടാപ്പകല് സ്വന്തം ഭാര്യയുടെ കൂടെ പട്ടാപ്പകല് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ പിടിച്ചിറക്കി കൊണ്ടുപോയി പ്രിയപ്പെട്ട ഭർത്താവിനെ കൺമുമ്പിൽ വെച്ചിട്ട് പെട്രോൾ ഒടിച്ച് കത്തിക്കരിച്ച് ചാമ്പലാക്കുന്നതിന് മുമ്പ് ആ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് പ്രിയപ്പെട്ട ഭാര്യ മലത്തിക്കടത്തി മാനവങ്ങം ചെയ്ത് അവരെ പെട്രോൾ ഒടിച്ച് കത്തിക്കരിച്ച് ചാമ്പലാക്കി പ്രിയപ്പെട്ട ഭർത്താവിനെ ജീവനോടെ മണലാരണ്യത്തിൽ കുടിച്ചു മൂടപ്പെട്ട ഗുജറാത്തിലെ മുസ്ലിമീങ്ങളെ കാക്കണയല്ലോ. പിടച്ചവനെ പ്രിയപ്പെട്ട ഗുജറാത്തിലെ മുസ്ലിമീങ്ങളെ കാക്കണയല്ലോ. കലാപത്തിലെല്ലാം നഷ്ടപ്പെട്ട് ചോർന്നിരിക്കുന്ന ചെറ്റപ്പുര പോലും നഷ്ടപ്പെട്ട് സ്കൂൾ വരാന്തകളിൽ പോലും കമ്പിളി പുറപ്പ് പോലും ഇല്ലാതെ തണുത്ത് ഉറച്ചു കിടക്കുന്ന ഞങ്ങളുടെ ആസാവിലെ മുസ്ലിമീങ്ങൾ അത് ഞങ്ങളുടെ കൂടെ പുറപ്പുകളാണ് റബ്ബേ. അത് ഞങ്ങളുടെ സഹോദരങ്ങളാണ് റബ്ബേ. പിടച്ചവരെ നീ അവരെ കാക്കണേ അല്ലാ. പിടച്ചവനെ നീതിപീഠത്തിന്റെ മുമ്പിൽ അപരാധിയായി നിരപരാധിയായി കഴിയുന്ന അബ്ദുൽ നാസർ മഅ്ദനിക്ക് മോചനം നൽകണേ അല്ലാ. വാപ്പയുണ്ടായിട്ടും യതീമീങ്ങളെ പോലെ ജീവിക്കേണ്ടി വന്ന ആ മക്കൾക്ക് നീ വാപ്പയെ തിരിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ 100 കണക്കിന് നിരപരാധികളെ ജയിലിലുണ്ട് മോചിപ്പിക്കണേ അല്ലാ. പടച്ചവനെ അവസാനം വരെ ഇസ്ലാമിന്റെ മുകളിലൂടെ കൈരാഗ്യത്തോടെ മൂടിപ്പായുന്ന ബോംബർ വിമാനങ്ങളെ തകർക്കണേ അല്ലാ. ഇസ്ലാമിനെ തകർക്കാമെന്നവരെ നീ തകർക്കണേ റബ്ബേ. ആദിനെ നശിപ്പിച്ച റബ്ബേ, സമൂദിനെ നശിപ്പിച്ച റബ്ബേ, ഇറമുഖത്തെ നശിപ്പിച്ച റബ്ബേ, നീ കൈകാര്യം ചെയ്യണേ അല്ലാ. അതല്ല നീ അവർക്ക് ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാ. ഉമറിന് ഹിദായത്ത് നൽകിയ റബ്ബേ, ഖാലിദിന് ഹിദായത്ത് റബ്ബേ നീ നൽകണേ അല്ലാഹുവേ. പഠിച്ചവനെ ഇസ്ലാമിനെ പോരേൽപ്പിക്കുന്ന ഒരു ഭരണാധികാരി ഇന്ത്യയുടെ ഭരണസ്ഥാനത്ത് നീ എത്തിക്കല്ലേ അല്ലാ. നീ എത്തിക്കല്ലേ അല്ലാ. ജാതിയുടെ പേരിലും മനുഷ്യനെ വേദിരിക്കുന്ന വർഗീയ ശക്തികൾ ഇന്ത്യ രാജ്യത്തിന്റെ അധികാരത്തിൽ വരുത്തല്ലേ അല്ലാ. ക്രിസ്ത്യാനി മുസ്ലിമും ഹിന്ദുവും ഒരേപോലെ സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഭാരതത്തിന്റെ സംസ്കാരത്തെ തകർത്തെറിയുന്നവരുടെ കയ്യിൽ അധികാരം കൊടുക്കല്ലേ അല്ലാ. മതേതര ചേരിയെ നീ ജയിപ്പിക്കണേ അല്ലാ.
റബ്ബേ പടച്ചവനെ ഈ സദസ്സിൽ ഒരു ആഗ്രഹം വെച്ച് സംഭാവന നൽകിയവർ സ്വീകരിക്കണേ റബ്ബേ. അവസാനം മരിക്കുന്ന നേരം കലിമ പറഞ്ഞ് സ്വർഗം കണ്ട് റബ്ബേ മുസ്ലിമായി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ സുജൂദിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ റൂഹിനെ പിടിക്കണേ അല്ലാഹ്. പടച്ചവനെ അവസാനം ഞങ്ങൾ മരിച്ചിട്ട് കയ്യും കെട്ടി വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കിടക്കുമ്പോ ഏറ്റവും വലിയ ജനക്കൂട്ടം ഞങ്ങളുടെ മയ്യത്തിന്റെ പുറകിലാക്കണേ അല്ലാഹ്. നൂറുകണക്കിന് സദാത്യങ്ങളും ഹാഫിളീങ്ങളും ഞങ്ങളുടെ മയ്യത്തിന്റെ ദാരത്ത് വന്ന് ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹു മഗ്ഫിറഹു ആയിരങ്ങൾ പറയുന്ന മയ്യത്ത് നിസ്കാരം നൽകണേ അല്ലാഹ്. നാളെ പരലോകത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ അർശിന്റെ തണല് നൽകണേ തമ്പുരാനെ. ഹിസാബ് ലഘൂകരിക്കണേ അല്ലാഹ്. സിറാത്ത് നിന്നെ വേഗത്തിൽ കിടത്തണേ അല്ലാഹ്. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേദിരിക്കുമ്പോ സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ലാഹ്. ധാരാളം സഹോദരങ്ങൾ ഗൾഫിലുണ്ട്, നീ പ്രയാസങ്ങൾ മാറ്റണേ റബ്ബേ. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, നീ മാറ്റണേ അല്ലാഹ്. പടച്ചവനെ സന്താന സൗഭാഗ്യമില്ലാത്തവരുണ്ട്, സന്താന സൗഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇബ്രാഹിം ആദ്യ കുടുംബം പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. സർവശറിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പടച്ചവനെ തമ്പുരാനെ അവസാനം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേദിരിക്കുമ്പോ ഇവിടെ കൂടിയതുപോലെ സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ സഹായിച്ചവർ സഹകരിച്ചവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ റബ്ബേ നീ അവരെല്ലാം കാക്കണേ അല്ലാഹുവേ. ഈ വിനീതന്റെ കയ്യിൽ സദക്കകൾ സ്വന്തമായി പൈസയായി തന്ന 33,000-ലധികം ആളുകളുണ്ട്. എല്ലാ സദസ്സിലും ദുആ ചെയ്യാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് റബ്ബേ. അവരെല്ലാ മുറാദുകളും ഹാസിലാക്കണേ തമ്പുരാനെ. എന്റെ വാല് നടത്തിയ സംഘാടകരുണ്ട് അല്ലാഹുവേ, അതിൽ സ്നേഹിച്ചവരും ദ്രോഹിച്ചവരുമുണ്ട്. എല്ലാവർക്കും നീ നന്മ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങൾ ആരെക്കുറിച്ചെങ്കിലും അറിയാതെ എന്തെങ്കിലും ഞങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞാൽ പുറത്തു തരണേ അല്ലാഹുവേ. ഞങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നെങ്കിൽ അവർക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പറഞ്ഞതിന് പേര് ഞങ്ങൾ ആരെയും നീ നരകത്തിൽ ശിക്ഷിക്കല്ലേ അല്ലാഹുവേ. പടച്ചവനെ അല്ലാഹുവേ സഹായിച്ചവർ സഹകരിച്ചവർ എന്റെ സ്ഥാപനത്തിലേക്ക് സദഖ ചെയ്ത നൂറുകണക്കിന് ആളുകളുണ്ട് റബ്ബേ. ആ മക്കൾ ഹാഫിളീങ്ങളാകുമ്പോ ഓരോ ഹാഫിളീങ്ങളെ ഏറ്റെടുത്തവരുണ്ട് റബ്ബേ. നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ ഇതിന്റെ സീഡ് നൽകുന്നവർ, ഇതിനു വേണ്ടിയുള്ള വർക്കുകൾ ചെയ്യുന്നവർ നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. എന്റെ പ്രിയപ്പെട്ട ഡ്രൈവർമാർ റബ്ബേ നീ അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. അപകട മരണങ്ങളിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അപകടത്തിൽപ്പെട്ട ഐസിയിൽ കഴിയുന്ന പ്രിയപ്പെട്ട മുജീബും ഒരു നീ ശിഫാസ് നൽകണേ തമ്പുരാനെ. തിരിച്ചു കൊടുക്കണേ അല്ലാഹുവേ ആരോഗ്യം റബ്ബേ. അപകട മരണത്തിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട മരണം വരുത്തല്ലേ അല്ലാഹുവേ. ഞങ്ങളുടെ ശരീരം മോർച്ചറിയിൽ കിടക്കുന്ന ഒരവസ്ഥ നീ ഞങ്ങളിൽ ആർക്കും വരുത്തല്ലേ തമ്പുരാനെ. എല്ലാ സദസ്സിലും എത്തിസ്താതെ എപ്പോഴും ദുആ ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ ബന്ധന്മാർ റബ്ബേ നീ അവരെയൊക്കെ കാത്തോളണേ അല്ലാഹുവേ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. SSLC ചെയ്ത മക്കൾ പോകുന്ന റബ്ബേ നീ ഉന്നത വിജയം നൽകണേ അല്ലാഹ്. +2 പരീക്ഷയ്ക്ക് പോയവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഉസ്താദെ മറക്കരുതെന്ന് റബ്ബേ. ഉന്നത വിജയവും നല്ല ഭാവിയും കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കുന്ന അല്ലാഹുവേ. നീ വിനീതന് ഭക്ഷണം നൽകിയ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. റബ്ബന റഹ്മ അബാഅനാ വഉമ്മഹാതിനാ കമാ റബ്ബുനാ സിഗാറ വസല്ലി അലാ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലിഹി വസല്ലം അജ്മഈൻ. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാഹ്, കാക്കണേ അല്ലാഹ്.